ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ബിജുക്കുട്ടൻ ചേട്ടൻ പറയാം. വാഴ ടു ഇന്നലെ ഞാൻ ഒന്നുകൂടി ഫ്രണ്ട്സിന്റെ കൂടെ പോയി കണ്ടു. ഒരു രസം, പ്രത്യേകിച്ച് മടുപ്പൊന്നുമില്ലല്ലോ. അത്രയും റിപ്പീറ്റ് വാല്യൂ ഉള്ളൊരു സിനിമയല്ലേ. അങ്ങനെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. എന്തിന്റെ കുറവ് അതിന്റെ അകത്ത് ഉള്ളത്? എല്ലാം ഉണ്ട്. നമ്മളെ ചിരിപ്പിക്കുന്നു, ചിന്തിപ്പിക്കുന്നു, കരയിപ്പിക്കുന്നു. മൊത്തത്തിൽ അങ്ങനെ ഒരു അടിപൊളി പാക്കേജ്. ആളുകള്, എല്ലാ തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ കയറി കാണുകയാണ്. ഹൗസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ. ഇപ്പൊ തന്നെ ബുക്ക് മൈ ഷോ എടുത്തു നോക്കിയ സമയത്ത് 16,000-ന്റെ മുകളിൽ ആളുകളാണ് ബുക്ക് ചെയ്യുന്നത്. ഇത് പുതിയതായിട്ട് ആളുകൾ കയറി കാണുന്നുണ്ട്. അപ്പൊ അല്ലാതെ തന്നെ കണ്ടവര് വീണ്ടും വേറെ കൂട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ വിളിച്ചു വന്ന് കാണിക്കുകയാണ്. അങ്ങനെ എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് ആളുകൾ കയറി കാണുന്ന ഒരു സാഹചര്യം ഈ സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു സിനിമയെ സംബന്ധിച്ചിടത്തോളം നിസ്സാര കാര്യമല്ല, എളുപ്പമല്ല. വളരെ റെയറായിട്ട് അത്രയും നല്ല സിനിമയാണെങ്കിൽ മാത്രമേ അങ്ങനെ ആളുകൾ കയറി കാണുള്ളൂ. എന്തായാലും ഗംഭീരായി. ഇനി നമ്മുടെ ബിജുക്കുട്ടൻ ചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പുള്ളിയെ കുറിച്ചിട്ടൊന്ന് സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കണം എന്ന് തോന്നി, വളരെ ആത്മാർത്ഥമായിട്ട്. പുള്ളിയൊക്കെ എങ്ങനെ നടന്നതാ. പുള്ളിനെ എനിക്ക് ഇഷ്ടം കേട്ടോ. കോമഡി പരിപാടിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്, വിരോധമൊന്നുമില്ല. കോമഡി ഇനിയും ചെയ്തോട്ടെ. പക്ഷെ കുറെ നാൾ ഈ കോമഡി പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് പുള്ളിനെ ഇങ്ങനെ കാണുന്ന സമയത്തെ ശരിക്കും ഞെട്ടിയതല്ല പറയേണ്ടത്, ഒരു സന്തോഷവും അല്ലെങ്കിൽ വേറൊരാളെ കാണുന്ന ഒരു ഫീൽ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ആസ് ആൻ ആക്ടർ എന്തൊരു ഗംഭീര നടന പുള്ളി. ഓ, ഇത് ഇതിങ്ങനെ ഈ ഒരു ഇതിൽ പറയണം, എന്തൊരു ഗംഭീര നടനാണ് പുള്ളി. എന്ത് രസമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, എന്ത് നാച്ചുറൽ ആയിട്ടാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഒപ്പീനിയൻ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ചില ക്യാരക്ടേഴ്സ് നമ്മുടെ മൈൻഡിൽ നിന്ന് പോവില്ല. അത്തരത്തിലുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് ബിജുക്കുട്ടൻ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അത്രയും റിയലിസ്റ്റിക് ആയിട്ട് എഴുതി വെക്കുന്നു, അത്രയും റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അഭിനയിക്കുകയും ചെയ്യുമ്പോഴേ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അത് അങ്ങനെ ആത്മാർത്ഥതയുള്ളൊരു എഴുത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ബിജുക്കുട്ടൻ ചേട്ടൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് മറ്റേ എയർപോർട്ടിലുള്ള സീന്, അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കട എന്ന് പറയുന്ന ആ ഒരു സീനുണ്ട്. അതെന്ത് നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഫ്ലോയിലാ വന്നേ. അതേപോലെ തന്നെ മറ്റേ പടക്കം പൊട്ടിച്ചിട്ട് പുള്ളി വീഴുന്ന സീനില് പുള്ളി ദയനീയമായിട്ട് ഒരു നോട്ടം നോക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ആ സമയത്ത് അവിടെ മ്യൂസിക്കും കൂടിയൊക്കെ വരുന്ന സമയത്ത് ആ മ്യൂസിക്കും പുള്ളിയുടെ അഭിനയവും എല്ലാം കൂടി കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉള്ളിൽ കുത്തും, ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടും, കണ്ണ് നിറയും. കണ്ണ് നിറയാതിരിക്കില്ല. മനുഷ്യന്മാരാണെങ്കിൽ എന്തായാലും നിറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമ്മാതിരി ലെവലിൽ മൂപ്പര് ചെയ്തു വെച്ചിട്ടുണ്ട്. ബിജുക്കുട്ടൻ, മാൻ, മാൻ, നിങ്ങൾ പൊളിയാണ്. നിങ്ങൾ ഇനിയും കയറി വരിക. നിങ്ങൾ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം. അതായത് എന്താ പറയാ, ഈ ഫാദർ റോൾ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള കോമഡി അല്ലാതെ ഇമോഷണൽ ആയിട്ടുള്ള, അതിപ്പോ വില്ലൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാരക്ടർ റോൾസ് ആയിക്കോട്ടെ, നല്ല സാധനങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിന് നിങ്ങൾ തെളിയിച്ചുന്നേ. ഈ കോമഡി ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് കഴിവുള്ള ആൾക്കാരാ. അവർക്ക് എന്ത് പരിപാടി നടക്കും. ഇപ്പൊ ഇന്ദ്രൻ ചേട്ടൻ, സുരാജ് ചേട്ടൻ തെളിയിച്ചതാ. ഇപ്പൊ ബിജുക്കുട്ടൻ ചേട്ടൻ അടിപൊളി. എടുത്തു പറയേണ്ടത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് സെപ്പറേറ്റ് ആയിട്ട്, എനിക്ക് റീച്ച് ഒന്നും കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല ഈ വീഡിയോയിൽ. പക്ഷെ ഞാൻ എന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് പുള്ളിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതായത് വിനായകൻ, ഇവരുടെ കോംബോ എന്താണ്. ഈ ശരിക്കും അച്ഛനാണ് മകനാണെന്ന് തോന്നിപ്പോവും. നല്ല കിടിലൻ കാസ്റ്റിംഗ്. ഇവര് തമ്മിലുള്ള കോമ്പിനേഷൻ, പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് പടം കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ അറിയാം. വിനായകന് പനി വന്നിട്ട് ആ ഒരു സീനില് മൂപ്പരുടെ അച്ഛനെ, അതായത് ഈ ബിജുക്കുട്ടൻ ചേട്ടനെ ചിന്തിക്കുന്ന ഒരു സംഭവമാണ്. അതിൽ ഇവരുടെ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷണൽ സാധനം അതിങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൊള്ളുന്നു. അല്ലെങ്കിൽ
അതാണ് നന്നായി ചെയ്തു വെച്ചിട്ടുണ്ടെന്നേ. എനിക്ക് എങ്ങനെ ആ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് അറിയില്ല, എങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നുള്ളത്. അതില് ആ, എന്താ പറയാ, നമ്മുടെ ബിജുക്കുട്ടൻ ചേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നിഷ്കളങ്കമായ ഒരു മുഖം പുള്ളിക്ക് ഉണ്ട്. നമ്മൾ ചിരിച്ചിട്ടല്ലേ പുള്ളിനെ കണ്ടിട്ടുള്ളൂ, എപ്പോഴും ഈ തമാശയൊക്കെ പറഞ്ഞ ജാടിയായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. ഇതിന്റെ അകത്ത് ആസ് എ ഫാദർ ക്യാരക്ടറൊക്കെ ചെയ്യുന്ന സമയത്ത് മൂപ്പര് അത്രയും എന്താ പറയാ, അതായത് ഒരു നോട്ടത്തില്, ഒരു ചിരിയില്, അല്ലെങ്കിൽ ഒരു ചെറിയ ഡയലോഗ് പറയുന്നില്ല, അങ്ങനെ ഒരുപാട് ഡയലോഗ് പറയുക അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെയല്ല, പക്ഷെ പറയുന്ന ചെയ്യുന്ന സാധനങ്ങളില് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബോണ്ടിങ്ങില് നമുക്ക് കാണുമ്പോ വിഷ്വലി ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ടെന്നായിരിക്കും. അതിൽ വിനായകനാണെങ്കിലും തട്ടിപ്പൊളിയായിട്ടാണ്, വിനായകനല്ല വിനായകൻ എന്ത് അടിപൊളിയായിട്ടാ ചെയ്തിരിക്കുന്നത്. പുള്ളിയൊക്കെ കിടിലൻ ആക്ടർ കേട്ടോ, വിനായക കിടിലൻ ആക്ടറാണ്, കിടിലൻ ആക്ടറാണ്. ഇമോഷണൽ സീൻസ് ഒക്കെ എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്യുന്നത് പുള്ളി. പറഞ്ഞിട്ട് മതിയാവുന്നില്ല, ഗംഭീര നടന്മാര്, ഗംഭീര നടന്മാര്. ചിലപ്പോ വാഴയിലാണെന്നുണ്ടെങ്കിലും അതിൽ ചെയ്ത അച്ഛന്മാരും അടിപൊളിയായിരുന്നു. അസീസ്, കോട്ടയം നസീർ, എല്ലാവരും എല്ലാവരും നോബി, എല്ലാവരും ഗംഭീര ആക്ടേഴ്സാ. ഇവരൊക്കെ തമാശ ചെയ്യുന്ന നടന്മാരാ, പക്ഷെ ഇവരൊക്കെ സീരിയസ് ആയിട്ട് നല്ലൊരു ക്യാരക്ടർ കൊടുത്തപ്പോ ഇവര് പെർഫോം ചെയ്യണം നോക്കി. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾ കൂടി ബിജുക്കുട്ടൻ ചേട്ടനും കൂടിയിട്ടായി. അപ്പൊ ശരിക്കും പുള്ളിനെ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള നല്ല ക്യാരക്ടർ റോൾസിനും കൂടിയിട്ട് വേണ്ടിയിട്ട് പുള്ളിനെ തിരഞ്ഞെടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ആക്ടറല്ലേ, സ്പോയിൽ ചെയ്ത് പോണ്ട ആളൊന്നും അല്ല പുള്ളി. സീരിയസ്ലി കണ്ണ് ഒരു തവണ പോയി കണ്ടു, കണ്ണ് നിറഞ്ഞു. രണ്ടാം തവണ പോയി കണ്ടപ്പോഴും കണ്ണ് നിറഞ്ഞു എന്നുള്ളൊരു അവസ്ഥയാണ്. എല്ലാവരും ഈച്ച് ആൻഡ് എവരി വൺ. ആഷിറൊക്കെ സത്യത്തില് എന്താണ് ഫസ്റ്റ് പാർട്ടിൽ ലാസ്റ്റ് വന്ന സമയത്ത് കുറെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ ഭയങ്കര ഓവർ ആക്ടിങ് ആണ്, വെറുപ്പിക്കലാണെന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ എന്താലേ കഴിവുള്ള ആൾക്കാര് തെളിയിക്കുന്ന തെളിയിക്കല് നോക്കി. ഇതിന്റെ അകത്തേക്ക് വന്ന സമയത്ത് ആർക്കെങ്കിലും വല്ല പരാതി പറയാനില്ല. ആ ചെക്കൻ എല്ലാം പറ്റും, തമാശയും പറ്റും, കരയാനും പറയാ, റൊമാൻസ് ചെയ്യാനും പറയാ, എല്ലാം പറ്റുന്ന ഒരു അടിപൊളി നടൻ. നമുക്ക് ഒരാളെയും കൂടി യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ നിന്ന് കിട്ടിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. അയ്യോ പുള്ളി മാത്രല്ല, അലൻ ആയിക്കോട്ടെ, എല്ലാവരും, ഹാഷിർ, അലൻ, വിനായക്, മറ്റേ പുള്ളിക്കാരൻ അജിൻ, അജിന്റെ എന്താ പറയാ ബ്രദറായിട്ട് അഭിനയിച്ച പുള്ളിക്കാരൻ. അയ്യോ ആ ചെങ്ങായുടെ പേര് എനിക്ക് അറിയാം, പക്ഷെ പെട്ടെന്ന് ഇപ്പൊ നാവിന്റെ തുമ്പിൽ വരുന്നില്ല. അവൻ അടിപൊളി നടനാട്ടോ ആ ചെക്കൻ. ചെക്കൻ എന്നല്ല പയ്യൻ, സോറി. ആ പുള്ളി നല്ല നടനാ, അടിപൊളി എല്ലാ നടനാണ്. എല്ലാവരും ഇതിന്റെ അകത്ത് എല്ലാവരും അഭിനയിച്ച ആൾക്കാർ എല്ലാവരും അടിപൊളിയാണ്. മറ്റേ ആഷിറിന്റെ ഉമ്മയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരി അടിപൊളിയായിരുന്നു. എല്ലാവരും, വിജയ് ബാബു വരെ നാറേ ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത്, നാറ് തെണ്ടി. അങ്ങനെ ഒരു തെണ്ടി എന്റെ സ്കൂളിൽ ആക്ച്വലി ഉണ്ടായിരുന്നു, കാവാല കുറ്റി നോക്കി പൊട്ടിക്കാൻ തോന്നും പന്നി. ഇതിന്റെ അകത്ത് വിജയ് ബാബു അത് കിടിലനായിട്ട് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. കിടിലൻ ആക്ടർ ആട്ടോ, പുള്ളിയും കിടിലൻ ആക്ടറാ, കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അജു വർഗീസ് നല്ലൊരു മാഷ. അങ്ങനെ ഒരു എന്താണ് മാഷ ഞങ്ങളുടെ സ്കൂളിൽ ദൈവം സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ആയിരുന്നു ഒക്കെ പ്രണയിക്കുന്നവരെ നോക്കാൻ വേണ്ടി നടക്കുക, അതേപോലെ എന്താണ് ഫോൺ കൊണ്ടുവന്നവരെ നോക്കാൻ നടക്കുക. ആയിക്കോട്ടെ, തെറ്റുകുറ്റങ്ങൾ ആൾക്കാർക്ക് പറ്റും, പിള്ളേരാണ് പറ്റും, പക്ഷെ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയൊക്കെയാണ് ആക്ച്വലി ചെയ്യേണ്ടത്. അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അല്ലാതെ നാറ്റിക്കുക പിടിച്ചിട്ട്, അല്ലാണ്ട് പേടിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിള്ളേരെ കൂടുതൽ വഴിതെറ്റിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ആക്ച്വലി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല. ഈ സിനിമയ്ക്കകത്ത് അതൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. സ്കൂളിൽ അൽഫോൻസ് പുത്രം വന്നിട്ട് ഉള്ള ആ ക്യാരക്ടറൊക്കെ ഗംഭീരമായിട്ട് അത് അടിപൊളിയായിട്ട് എല്ലാവർക്കും ഉള്ള മെസ്സേജാ. ടീച്ചേഴ്സ് കാണണം, പ്രിൻസിപ്പൾ കാണണം, പാരന്റ്സ് കാണണം, പിള്ളേരെല്ലാരും എല്ലാവരും കാണുന്ന ഒരു പർട്ടിക്കുലർ സീനാണ്. ഇതിന്റെ അകത്ത് ചില ചില സീനുകളൊക്കെ ഓരോരോ കാറ്റഗറി ഓഫ് പീപ്പിൾ കാണേണ്ടതാണ്. എല്ലാ ബന്ധങ്ങളും ഇതിന്റെ അകത്തുണ്ട്. അച്ഛൻ മകൻ ബന്ധം, എന്താ പറയുക, ബ്രദർ സിസ്റ്റർ, രണ്ട് ബ്രദേഴ്സ് തമ്മില്, ഫ്രണ്ട്സ് തമ്മിലുള്ള അതാ ഞാൻ പറഞ്ഞ ഒന്നിനൊരു കുറവില്ല. എല്ലാ ബന്ധങ്ങളും ഇതിന്റെ അകത്ത് നല്ല വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. അച്ഛൻ, അമ്മ, എന്താണ് മക്കള്, ടീച്ചേഴ്സ്, അതേപോലെ ബ്രദേഴ്സ് ഒക്കെ കാണേണ്ട ഒരു സിനിമയാണ്. നല്ല മെസ്സേജ് ഇതിന്റെ അകത്ത് ആക്ച്വലി ഉണ്ട്. ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചത് തന്നെ എന്താ പറയാ ബിജുക്കുട്ടൻ ചേട്ടന്റെ ആ ഒരു ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പറഞ്ഞത് ഇത്രയും പറഞ്ഞു എന്ന് മാത്രം. വീണ്ടും ഞാൻ പറയാണ്, ബിജുക്കുട്ടൻ ചേട്ടൻ കിടില നടൻ, കേറി വാ, തമാശ ഇടയ്ക്ക് ചെയ്തോ, നമ്മൾ കാണും, ഇഷ്ടമാണ്. ആ ചിരിച്ച മുഖം തന്നെയാണ് ഇഷ്ടം. പക്ഷെ ക്യാരക്ടർ റോൾസ് നിങ്ങൾക്ക് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്.
നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് കിട്ടും, ചെയ്യണം. ഇപ്പൊ 100 കോടിയിലേക്കൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. 100 കോടി ആയി തോന്നുന്നു അല്ലേ വാഴ ടു. എല്ലാം എന്താ പറയുക, ഓഡിയൻസിനെ പ്രീതിപ്പെടുത്താൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കയറി കാണും. ആണ്, വരട്ടെ, ഡിസർവ് ചെയ്യുന്നതാണ്, വരട്ടെ. ഇവിടെ കുറെ സിനിമാക്കാര് ഇറങ്ങി പടം ഇറക്കിയിട്ട് ആൾക്കാർ മോശം പടം എന്നൊക്കെ പറയുമ്പോഴേക്കും ഇരുന്ന് കരഞ്ഞ് മെഴുകുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡിൽ കൂടെ നോക്കിയേ പിള്ളേര് അഭിനയിക്കുന്നു, ഏ കഴിവുള്ളവൻ എഴുതുന്നു, കഴിവുള്ളവൻ ഡയറക്റ്റ് ചെയ്യുന്നു, ആളുകൾ കയറി കാണുന്നു, കണ്ടവർ വീണ്ടും കയറി കാണുന്നു. അതാണ് നല്ല ക്രാഫ്റ്റ് ആണെങ്കിൽ ആൾക്കാർ പോയി കാണും. ഔട്ട് പബ്ലിസിറ്റിയിൽ തന്നെ അത്യാവശ്യം വീണ്ടും ആൾക്കാർ കയറി കാണും. കണ്ട ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അവർ വീണ്ടും കയറി കാണും. ഇത്രയേ ഉള്ളൂ. നല്ലതാണെങ്കിൽ നിലനിൽക്കും, ഇല്ലെങ്കിൽ ചട്ടി കമത്തിയിരിക്കും. അല്ലാണ്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല പടം മോശമായിട്ട് ആൾക്കാർ അഭിപ്രായം പറയുന്ന സമയത്ത്. That's it.